Explorer everywhere. And we have പൊളി എന്ന് പറയാം, പൊളി. നമ്മുടെ ആറാം തമ്പുരാൻ മോഡലൊക്കെ ഒരു വലിയ കടലോരം മൊത്തം കിടക്കുക. അത് മറ്റേ ഗുരുവായൂരിൻ്റെ എവിടെ നമ്മൾ ബലിയിടാൻ പോകുന്നത്, അതിൻ്റെ മണൽത്തട്ടായിരുന്നു അത്. ഇത് അതിനും ടോപ്പ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു മണൽത്തട്ട്. ഒരു ദ്വീപാണ്. കടൽ മുറിച്ച് കയറി കായൽ കൂടെ കയറുന്നൊരു പൊഴി നമ്മൾ മുറിച്ച് കിടക്കുക. എന്നിട്ട് ഒരു മണൽത്തട്ടിനകത്ത് വന്നിരിക്കുക. അങ്ങ് ദൂരെ ട്രെയിൻ പോകുന്ന കാണിച്ചാവേ. പോയി കണ്ടോ, അങ്ങ് ദൂരെ ട്രെയിൻ പോയോ കണ്ടോ. ഒരു ദ്വീപ് പോലെ കിടക്കുമല്ലേ. അടിപൊളി. ഇത്ര റിസ്ക് ഞങ്ങൾ എടുക്കില്ല. ആ അതോടെ ഈഗിളുകളുടെ കളക്ഷൻ. അങ്ങ് ഓ, ഇത് ഇങ്ങനെ കടലിന്റെ ഒഴുക്ക് വളഞ്ഞു പോകുന്നോണ്ടാന്ന് മണൽ തട്ടാണത്. ഇത് ഓൾറെഡി മുമ്പേ I'll eat so much. എടാ അടുക്കാണതെ ഇച്ചിരിച്ചിരുമല്ലോ. കടൽ ജീവി, sea creature. It's dying and you can't push it back because the flow is from here, the current is to here. Can I slap it? തിരിച്ചതൊരു കുത്ത് തരും. It will attack you. Oh Lord! Oh Lord, he wants to kill me. So is it dead? It needs to be that side at least to get some over. Or is this water is not over? ഇത് ഉപ്പൊക്കെയാണ്. ടെമ്പറേച്ചറോ ചൂടൊക്കെ ആയിരിക്കാം. വൈറ്റ് ആണ് പക്ഷെ ബ്ലാക്ക് കളർ. അല്ലാതെ ഇതാണ് ഇത് കണക്കിങ്ങനെ യെല്ലോ ലൈൻ ഉള്ള അല്ലല്ലോ, അത് കിട്ടത്തില്ല അവിടെ. അത് അതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഇത് പൊട്ടിക്കുമ്പോഴും അകത്ത് വൈറ്റും പിന്നെ ഈ മേളിൽ ഇത് കണക്ക് യെല്ലോ ലൈൻ ആയിരിക്കും. അതിന് ഭയങ്കര ടേസ്റ്റാണ്. മറ്റേ കറുപ്പ് പിള്ളേരെ ഞങ്ങളതിന് കഴിക്കത്തില്ല, അതിന് ടേസ്റ്റ് ഇല്ല. അതൊരുമാതിരി എറണാകുളക്കാർക്ക് അതാ ഏറ്റവും വലിയ ടേസ്റ്റ്. കിട്ടുള്ളൂ. അത് മീനുമായിട്ട് പോകേണ്ടി വരും. പിന്നെ ജീവനോടെ കയറി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അതിങ്ങനെ അമ്പ് പോലെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനെ മാംസത്തിൽ കയറിയാൽ തിരിച്ചു വരത്തില്ല. പിന്നെ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ മാംസവും ആ ഞരമ്പും ഒക്കെ കട്ടായി. പിന്നെ പോയി സർജറി ചെയ്തിട്ട് മുരിങ്ങ വളർന്നു കഴിയുമ്പോൾ ഈ പാണ്ടായിട്ട് ചെറുതായിട്ട്. വരാനേ ഇതുവഴിയാണ് ഈ വഴി. ഞാൻ മൂത്രം ഒഴിക്കാം.
ഭാരമല്ലോ കണ്ടിനകത്തുള്ള ഉപ്പും പോയി. ഇതാണോ അങ്ങനെ പ്രവിക്ക് ബിഗ് താങ്ക്സ്. ഇങ്ങനൊരു സംഭവം നമ്മൾ ഇത്ര ലോക്കലായിട്ട് ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടേ ഇല്ലാത്തൊരു ഐറ്റം. ആദ്യത്തെ എക്സ്പീരിയൻസ്. ജീവിതത്തിൽ പല രാജ്യങ്ങളിലും പലതും കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ സാധനം ആദ്യം കാണുക. ഇവിടുത്തെ ഒരു വലിയ പരിപാടി കഴിഞ്ഞ് ഒന്ന് കാല് നനയ്ക്കുന്നു, പോകുന്നു. സംഭവം അടിപൊളി. ഈ കാണുന്നതെല്ലാം കക്ക കുത്തി കയറിക്കുന്നതാണേ, മുരിങ്ങയിറച്ചി എന്നൊക്കെ ഇവർ പറയും. കക്കയാണ് ഈ ഇത് ചവിട്ടി കഴിക്കുന്ന നല്ല വേദനയാണ്, നല്ല കാല് കീറി പോകുന്ന ലെവലിൽ വേദന. കാല് കീറി പോകും, അത് വേറെ കാര്യം. നമ്മുടെ പ്രവി ഉണ്ടായിരുന്നു, പ്രവിയുടെ കാല് 8 സ്റ്റിച്ചായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് ഇതുപോലെ ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ വേണ്ട എല്ലാവരും വേണ്ട യാത്രയാകുന്നു. ഓക്കെ, ഞങ്ങൾ യാത്രയാകുന്നു. അടുത്ത സ്ഥലം ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഒരു ഇതിന് ടൂറിസ്റ്റ് സ്പേസ് ആയിട്ടൊന്നുമില്ല, കഴിക്കാനും കുടിക്കാനൊന്നുമില്ല. ഇതുപോലത്തെ കാടുകളാണ് മെയിൻ. ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വെള്ളവടിയും സെറ്റപ്പൊക്കെ ആയിട്ടുള്ള, എനിക്കത് ഫുഡ് കൊണ്ടുവന്ന ആൾക്കാർ ലോക്കലിൽ ഇരിക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും രസമുണ്ട് കാണാൻ. പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാം കേട്ടോ. നമുക്ക് സാധാരണ ഇപ്പം കോട്ടയം സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കിഴക്കൻ സൈഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇതുപോലത്തെ ഒരു സംഭവം തീർച്ചയായിട്ടും ന്യൂ ആയിരിക്കും. നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു വാട്ടർ ബോഡി സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് പൊല്യൂട്ടഡ്, ഇറ്റ്സ് നോട്ട് ഓവർ ക്രൗഡഡ്, ദർ ഇസ് നോബഡി ഹിയർ. ഇവിടെ കുറച്ച് ഏരിയ ഈ മതിൽ പൊട്ടി കിടക്കുന്നുണ്ട്, അത് കയറാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എല്ലാവരും ഇവിടെ ക്യൂ ആയിട്ട് ഇത് കയറുവാണ്. ഇത് പെട്ടെന്ന് പൊളിഞ്ഞ് പോകുന്നുണ്ടോ, ഒരു സൈഡേ ഉള്ളൂ. സോ ഇറ്റ്സ് എ ബിറ്റ് റിസ്കി. സിമെൻറ്റ് തെന്നി പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇത് പൊളിഞ്ഞകത്ത് കിടക്കും. കണ്ട് ഈ സ്റ്റെപ്പിൽ നിന്ന് പൊളിഞ്ഞ് താഴോട്ട് പോകും. So it's not easy, but once you manage to reach there, of course, സംഭവം സൂപ്പർ. നമുക്ക് എൽസയൊക്കെ പോയി കണ്ടു. ഇല്ല, അവിടെ ഇല്ല, അവിടെ ഇല്ല. എൽസ മുമ്പിൽ പോയോ? പോയി. ഈ കോസ്റ്റൽ പാത്ത്, ഇത് കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് പക്ഷേ കായലും കടലും കൂടെ കയറി കിടക്കുന്ന ആയതുകൊണ്ട് തന്നെ അത് ഇതുപോലത്തെ ടൈപ്പിലുള്ള കല്ലുകളും ജോഗ്രഫിയാണ് ഇവിടെ ഉള്ളത്. നമുക്കവിടെ ഇറങ്ങി ചുമ്മാ നടന്ന് പോയി കുടിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. കഴിക്കുന്നല്ലേ? ഓ, ക്ലീൻ ചെയ്തിരുന്ന സാധനം. ഉണ്ടോ മീനിനെ കാണാമോ? എത്ര നന്നായി. ഇപ്പം ഞാനിട്ട എൻഡി ഫിൽറ്റർ എടുത്ത് ഞാനത് എടുത്തപ്പോൾ ഓർത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും, അയ്യോ വേണ്ടല്ലോ. കാരണം സാധാരണ സ്കീയിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 250 എൻഡി ഫിൽറ്റർ എന്ന് പറഞ്ഞത് ഭയങ്കര ലെയറിങ് ഉള്ള ഭയങ്കരമായിട്ട് വൈറ്റിഷായിട്ട് കയറുന്ന സ്ഥലത്ത് മാത്രമേ അത്രയും ഫിൽറ്ററുകൾ എടുത്തുള്ളൂ. ഇത് ആപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആപ്റ്റ്. സി പി എല്ലിനേക്കാളും എഫക്റ്റാണ്. സി പി എൽ ഫിൽറ്ററാണ് സാധനം. പൊളറൈസിങ് ഫിൽറ്ററാണ് സാധനം. നമ്മൾ ഇതുപോലത്തെ ഈ വെള്ളം കൂടുതൽ കിടക്കുന്നിടത്തും വെയിൽ കൂടുതലുള്ള വെള്ളക്കെട്ടുകൾക്കകത്തൊക്കെ ഉപയോഗിക്കുന്നത് അതാണ്. അതിനേക്കാളും എഫക്റ്റ് സൂപ്പറായിരിക്കും. അപ്പം യാത്ര പറയുകയാണ്. ഇതായിരുന്നു സ്ഥലം, ഇതായിരുന്നു എൻട്രൻസ്. അങ്ങ് ദൂരെ കാണുന്നതാണ് സ്ഥലം. ഉണ്ടോ? ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് സച്ച് എ, എൽസ പറഞ്ഞ വെറുതെ അല്ല, ഇറ്റ് വാസ് സച്ച് എ ഹെവൻലി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ആൻഡ് വി എൻജോയ്ഡ് ഇറ്റ്. ഇതായിരുന്നു ലാൻഡ്. ബ്യൂട്ടിഫുൾ. ഇങ്ങ് കുറേ കടൽ കാണുന്നുണ്ടോ? ആണ് കടൽ. കടൽ തിരമാല അടിച്ച് കയറി നിൽക്കുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഔട്ട് ഡേ. ഓക്കെ, മുടിയൊക്കെ ഇടരുത്, ഉപ്പ് കയറി പണ്ടാറങ്ങിയിരിക്കുകയാണ്. ബട്ട് ഇറ്റ് ഇസ് വർത്ത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ ഇടത്തിൽ കിട്ടത്തില്ല. ഇതുപോലെ പൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് ആണ്.